ഹലോ ബാനു. ജയേഷ് എവിടെ ഉണ്ട്? ഞാൻ വീട്ടിലുണ്ട്. എന്താ ബാനു? ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു. അതിനെന്താ, കാണാലോ. ഞാൻ എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ഥിരം വരാറുള്ള സ്ഥലത്ത് വരണം. പിന്നെന്താ, വരാലോ. ഞാൻ അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഞാൻ എന്താ പുറപ്പെട്ടു. ഇന്നത്തോടെ ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കും ജയേഷേ. ഇപ്പോഴെങ്കിലും നീ ഈ സത്യം എന്നോട് പറഞ്ഞത് നന്നായി. അവരൊക്കെ വലിയ ആൾക്കാരാ ശരണ്യ, അതാ എന്റെ പേടി. ഇവിടെ ആരും വലുതുമല്ല ചെറുതുമല്ല. നീ ധൈര്യമായിട്ടിരിക്കുക. ശരണ്യ, ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട. ലീനയുള്ള കാര്യം അമ്മയ്ക്കറിയില്ലല്ലോ. ഭാനുവിന് ബുദ്ധിമുട്ടായോ? എനിക്ക് ബുദ്ധിമുട്ടോ? എന്തിന്? ഈ സത്യം ഇപ്പോഴെങ്കിലും അറിയാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുക. ഞങ്ങളെ കാണുമ്പോ അവൻ ചിലപ്പോ വയലന്റ് ആവും, എന്തെങ്കിലും അടവെടുക്കുകയും ചെയ്യും. അവനവിടെ വരുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം. നിങ്ങൾ വാ. ഒരു കൂട്ടുകാരെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ആ ഗർഭിണിയായ പെൺകുട്ടി ഏതാ? എന്താടി? അമ്മയല്ലേ പറഞ്ഞത് മാനുവിനെ കാണാനായിട്ട് ഒരു കൂട്ടുകാരിയാ വന്നതെന്ന്? അതെ. എന്തേ? അപ്പൊ പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഗർഭിണി ഏതാ? ഗർഭിണിയോ? ഞാനിപ്പോ കണ്ടതാ അമ്മേ. ഭാനു 2 പെൺകുട്ടികളോടൊപ്പം പോകുന്നത്. അതിലൊരാൾ ഗർഭിണിയാ. നീ പോടി അവിടുന്ന്. നിനക്ക് തോന്നിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടില്ലല്ലോ. അതെന്താ തോന്നാൻ? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? എന്നാ പിന്നെ നിനക്ക് അവൾ ആരാന്നങ്ങ് ചോദിച്ചാ പോരായിരുന്നു? അതിനു മുൻപേ അവരങ്ങ് പോയില്ലേ. ഇനിയിപ്പോ ഭാനു വന്നിട്ട് നമുക്ക് ചോദിക്കാം. വാ. ഗർഭിണിയോ? അതേത് പെൺകുട്ടി? ഒറ്റയ്ക്കാണല്ലോ വന്നത്. ഗർഭിണി? അമ്മ ഒന്ന് വന്നേ. ആ, എന്താ ബാനു പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? അതെന്താ, എനിക്ക് കാണണമെന്ന് തോന്നിയാ കാണാൻ വന്നൂടെ? സാധാരണ ഞാനൊരു 10 പ്രാവശ്യം വിളിച്ചാലേ തന്നെ ഒന്ന് കാണാൻ പറ്റും. എന്താ ബാനു തന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഉടനെ നമ്മുടെ വിവാഹം നടക്കാൻ പോവല്ലേ, അതിന്റെ ഒരു ചേഞ്ചാ. എൻ്റെ ഒരു ഭാഗ്യം. കഴിഞ്ഞുപോയ ചില സംഭവങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇതൊക്കെ സ്വപ്നമാണെന്ന് തോന്നിപ്പോവും. ആ, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാ നമ്മൾ വിട്ടുപോയ ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താ അത്? ഞാനിത് ചോദിക്കണമെന്ന് എപ്പോഴും വിചാരിക്കും, പിന്നെ മറന്നുപോകും. താൻ കാര്യം പറ. അന്ന് റിസോർട്ടിൽ വെച്ച്
എനിക്ക് മയക്കുമരുന്ന് കലർത്തി തന്നത് ആരാണെന്ന് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാനായില്ലല്ലോ. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ ജയേഷ്. അതാരായാലും നമുക്ക് കണ്ടുപിടിക്കാം. താൻ സമാധാനായിട്ടിരിക്കേ. അത് പറ്റില്ല ജയേഷ്. നമ്മുടെ കല്യാണത്തിന് മുന്നേ അതാരാണ് ചെയ്തതെന്ന് എനിക്ക് അറിയണം. ഇതെന്റെ മാനാഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇനി അതാരായാലും നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമുണ്ടോ? തന്നെ ഞാനല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ടല്ല ജയേഷ്, എന്നെ ചതിക്കാനും കളങ്കപ്പെടുത്താനും നോക്കിയത് ആരാണെന്ന് എനിക്ക് അറിയണം. തന്നെ ചതിക്കാൻ നോക്കിയത് ആരാണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ താൻ ഒരിക്കലും കളങ്കപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെന്താ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേണ്ടേ തന്നെ കളങ്കപ്പെടുത്താൻ? എനിക്കറിയാം താനിപ്പോഴും എന്നെ ആ കാര്യത്തിൽ സംശയിക്കുക അല്ലേ? നോക്ക് ബാനു, തനിക്കെന്നെ 100% വിശ്വസിക്കാം. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് പോലും തന്നെ ഒന്ന് നോക്കി കളങ്കപ്പെടുത്തിയിട്ടില്ല. അതെന്തുകൊണ്ടെന്നറിയോ? എൻ്റെ ഭാര്യയായിട്ട് താലി കെട്ടിക്കൊണ്ടുവരുന്നവൾ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധയായിട്ടിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇനിയും വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മയെ കൊണ്ട് തന്നെ സത്യം ചെയ്യാം. എൻ്റെ അമ്മയാണ്, എൻ്റെ ഭാനുവാണ്. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ തന്നെ കളങ്കപ്പെടുത്തിയിട്ടില്ല. അറിയാം ജയേഷ്, പക്ഷെ അതുകൊണ്ടൊന്നും എന്നിൽ ചാർത്തപ്പെട്ട കളങ്കം മാറില്ലല്ലോ. എൻ്റെ വീട്ടുകാരുടെയും സൂര്യേട്ടൻ്റെയും മുന്നിൽ ഞാൻ എന്നും മയക്കുമരുന്ന് ഉപയോഗിച്ചവളായിരിക്കില്ലേ? ഭാനു, അതുകൊണ്ടാ എനിക്കത് ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞത്. എങ്കിലേ എനിക്കത് ഭാവനേച്ചോടും മറ്റുള്ളവരോടും പറയാൻ പറ്റൂ. ജയേഷ് വിഷമിക്കണ്ട. നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അതുകൊണ്ട് എനിക്ക് മയക്കുമരുന്ന് കലക്കിക്കൊണ്ട് തന്ന ആളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. എന്താ, വിശ്വാസം വരുന്നില്ലല്ലേ? ശരണ്യ, ശരണ്യ മറന്നുപോയോ ജയേഷ്? എനിക്കറിയില്ലേ. പറ ശരണ്യ, എനിക്കെന്നാരാ ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി തന്നത്? ഞാനാ. അപ്പൊ നീയായിരുന്നല്ലേ? വേണ്ട, ബാക്കി കൂടി ഇവളെ കൊണ്ട് പറയിപ്പിക്കണ്ടേ?